എല്ലാവർക്കും ചേസിംഗ് ലൈഫ് ഫിറ്റ് ടേസ്റ്റ് ആൻഡ് ബ്യൂട്ടിയിലേക്ക് സ്വാഗതം. ഞാൻ വിമൽ കാട്ടുകാരൻ, ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റ്, ഹീലിംഗ് ടച്ച് ഫിസിയോതെറാപ്പി സെന്റർ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു വീഡിയോ ആണ്. പുഷപ്പ് ചെയ്യാൻ മടിയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള 4 പുഷപ്പുകളാണ് പറഞ്ഞുതരാൻ പോകുന്നത്. കുറെ പേർക്ക് പുഷപ്പ് ചെയ്യണം, നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, അടുത്താഴ്ച ചെയ്യാം, അങ്ങനെയായിട്ട് ഇങ്ങനെ പോകും. അല്ലെങ്കിൽ 2 ആഴ്ച ചെയ്തു, 3-ാമത്തെ ആഴ്ച ആകുമ്പോൾ വിടും. അല്ലെങ്കിൽ 1 മാസം ചെയ്തു, അത് കഴിഞ്ഞാൽ പിന്നെ വെറുതെ സ്റ്റോപ്പ് ചെയ്യും. പാടില്ല. അവർക്ക് ചെയ്യാവുന്ന സിമ്പിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ബിഗിനേഴ്സിന് ചെയ്യാവുന്ന സിമ്പിൾ ആയിട്ടുള്ള 4 ടൈപ്പ് ഓഫ് പുഷപ്സ് ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ ഞാൻ അതിന് ഒരു മോഡൽ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഒരു വാളിനോട് ചേർന്ന് നിൽക്കുക, കൈ വെക്കുക, എന്നിട്ട് ചുമരില് പുഷപ്പ് എടുക്കുക. എടുത്തോളൂ. 1, 2, 3 ഇങ്ങനെ പുഷപ്പ് എടുക്കുക. ആദ്യം പുഷപ്പ് ചെയ്യാൻ മടിയുള്ളവര് ആദ്യം തന്നെ ചുമരില് പുഷപ്പ് എടുക്കുക. ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, ഒരു ബെഡിൽ കയറാം. ഞാനിത് ബെഡിൽ കാണിക്കാൻ സൗകര്യത്തിനാണ്, നിങ്ങൾക്ക് ഫ്ലോറിൽ ചെയ്യാൻ പറ്റുന്നത്. മുട്ട് കുത്തി നിൽക്കുക. പുഷപ്പ് ചെയ്യുമ്പോൾ മുട്ട് കുത്തി നിന്നിട്ട് പുഷപ്പ് എടുക്കുക. ശ്രദ്ധിച്ച് കണ്ടോളൂ. പുഷപ്പ് എടുത്തോളൂ. 1, 2, 3. നിർബന്ധമായിട്ട് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് കൈയിന്റെ പൊസിഷൻ ഷോൾഡർ ലെവലിനെക്കാട്ടും കുറച്ച് അകന്നോ അല്ലെങ്കിൽ കുറച്ച് അടുപ്പിച്ചിട്ടോ, ഭയങ്കര അടുക്കാൻ പാടില്ല. ഷോൾഡർ ലെവലോ അല്ലെങ്കിൽ കുറച്ച് അകന്നോട്ടോ ഇരുത്താം. മുട്ട് കുത്തിയിട്ട് വേണം പുഷപ്പ് ചെയ്യാൻ. ഇങ്ങനെ പുഷപ്പ് ചെയ്യാം. ഇതാണ് സെക്കൻഡ് വൺ. ഇനി തേർഡ് വൺ, പുഷപ്പ് ചെയ്യാൻ മടിയുള്ളവർക്ക് ചെയ്യാവുന്ന 3-ാമത്തെ തരം. കൈകുത്തി പുഷപ്പ് ചെയ്യണമെന്ന് തന്നെ നിൽക്കുക. മുട്ടൊക്കെ നേരെ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക. ഇവിടെ ആക്ഷൻ, അതായത് ഈ തോൾപ്പട്ടയുടെ ഈ സ്കാപ്പുല എന്ന് പറയും ഈ എല്ലിനെ, ഈ എല്ലിന്റെ അവിടുത്തെ ആക്ഷൻ വരുത്തുക. അതായത് ഉള്ളിലേക്കും പുറത്തേക്കും ആക്ഷൻ വരുത്തുക. ശ്രദ്ധിച്ചോളൂ. ഉള്ളിലേക്ക് പുറത്തേക്ക് ഈ ആക്ഷൻ മാത്രം വരുത്താം. പുഷപ്പ് ചെയ്യണ്ട, അവിടെ ആ മൂവ്മെന്റ് വരുത്താം. ഇതാണ് തേർഡ് എക്സസൈസ്, പുഷപ്പ് ചെയ്യാൻ മടിയുള്ളവർക്ക്. ഇനി ഫോർത്ത് വൺ, നന്നായി തോളിന്റെ ഈ എല്ല്, അതായത് ഷോൾഡർ സ്കാപ്പുല എന്ന് പറയുന്നത് എല്ല് ബാക്കിലേക്ക് ഇങ്ങനെ ആക്കിയെടുക്കുക. എന്നിട്ട് പുഷപ്പ് ചെയ്യാം. നമ്മളെല്ലാവരും മറ്റോണം ചെയ്യാം. സാധാ പുഷപ്പ് ചെയ്ത് സാധാ പോലെ ഇവിടെ ഇങ്ങനെ വിരിച്ചു വെച്ചിട്ടാണ് സാധാരണ പുഷപ്പ് ചെയ്യുക. പുഷപ്പ് ചെയ്ത് ഇതാണ് നോർമൽ പുഷപ്പ് വരുന്നത്. ഇതുപോലെയല്ല, ഇത് ഇവിടെ നമ്മൾ ഉള്ളിലേക്ക് ആക്കിയിട്ട്, അതായത് ഉള്ളിലേക്ക് പിടിക്കുക. നന്നായി ഉള്ളിലേക്ക് പിടിച്ചിട്ട് പുഷപ്പ് ചെയ്യാം. ഇത് പിടിക്കരുത്, ആ ഇങ്ങനെ ഉള്ളിലേക്ക് തന്നെ പിടിച്ചു വെക്കണം. അതായത് നമ്മുടെ തോൾപ്പട്ട ഉള്ളിലേക്ക് ഇങ്ങനെ തന്നെ പിടിച്ചു വെക്കണം. എന്നിട്ട് പുഷപ്പ് ചെയ്യാം. ഈ 4 എക്സസൈസ് ആണ്, അതായത് 4 ടൈപ്പ് ഓഫ് പുഷപ്പ് നിങ്ങൾ ചെയ്തു, നിങ്ങളെ മടി തന്നെ ഓട്ടോമാറ്റിക്കലി മാറും. പുഷപ്പ് ചെയ്യാൻ മടിയുള്ളവര് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളവർ, ചിലർക്ക് റിസ്റ്റിൽ പെയിൻ വരും, ഇങ്ങനെ അമങ്ങി എൻഡ് റേഞ്ചിൽ പിടിക്കുമ്പോൾ അമങ്ങിയിട്ട് പെയിൻ വരും. അങ്ങനെയുള്ളവര് നിങ്ങളുടെ ഫിസ്റ്റ് ഇവിടെ വെച്ചിട്ട് പുഷപ്പ് ചെയ്യാം. ഇനി അതും പറ്റുന്നില്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം, ഡമ്പലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു റിങ് പോലത്തെ ഇത് വെച്ചിട്ട് ചെയ്യാൻ നോക്കുക. ചെയ്യാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള വാളുമ്പ ചെയ്യുക, മുട്ടുകുത്തി പുഷപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ബാക്കിലത്തെ സ്കാപ്പുല എന്ന് പറയുന്ന എല്ല്, ആ തോളിന്റെ അവിടുത്തെ എല്ല്, അത് മേലേക്കും താഴേക്കും നന്നായി ആക്കുക. ഫോർത്ത് വൺ, മേലേക്ക് ആക്കിയിട്ട് പുഷപ്പ് ചെയ്യാം. ഈ 4 പുഷപ്പുകൾ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ പുഷപ്പിനോടായിട്ടുള്ള ആ ഒരു വിരക്തി അല്ലെങ്കിൽ ആ മടി. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക, ശ്രമിച്ചു നോക്കുക. എല്ലാവരും ഷെയർ ചെയ്ത് കൊടുത്തോളാം. സ്റ്റേ ഹൈഡ്രേറ്റഡ്, സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. താങ്ക് യു സോ മച്ച്.